ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT സമുച്ചയമായ ലുലു ട്വിൻസ് ടവറിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. IT അനുബന്ധ മേഖലകളിലായി 30,000-ഓളം തൊഴിലവസരങ്ങളാണ് ലുലു ട്വിൻസ് ടവർ ഒരുക്കുന്നതെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അറിയിച്ചു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT അനുബന്ധ വിസ്മയമായ ലുലു ട്വിൻ ടവറിന്റെ ഉദ്ഘാടനം ഇൻഫോ പാർക്കിന് സമീപമുള്ള സ്മാർട്ട് സിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 152 മീറ്റർ ഉയരവും 35 ലക്ഷം ചതുരശ്രയടി വിസ്തീർണവുമുള്ള ട്വിൻ ടവർ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഏറെ വ്യത്യസ്തമാണെന്ന് പറയാതെ വയ്യ. 1500 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ലുലു ട്വിൻ ടവറിൽ 30,000 IT പ്രൊഫഷണലുകൾക്കാണ് അവസരമൊരുങ്ങുന്നത്. IBM, ഡൈനാമെക്സ് ലിമിറ്റഡ്, ഫ്രാഗോമാൻ, സ്റ്റാർഡോ, UST, EXL, മാൻഡിൽ, ഹബ്ബൽ, ഓറിയോൺ, ഇന്നോവേഷൻ, MC തുടങ്ങിയ ആഗോള വമ്പന്മാരായ IT കമ്പനികളാണ് മികവാർന്ന തൊഴിലവസരങ്ങളുമായി ലുലു ട്വിൻ ടവറിൽ പ്രവർത്തനം ആരംഭിക്കുക. കേരളത്തിലെ യുവതീ-യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ യാതൊരു മാനസിക പിരിമുറുക്കവുമില്ലാതെ ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സ്വപ്ന പദ്ധതിയായ ട്വിൻ ടവറിൽ ഒരുക്കിയിട്ടുണ്ട്. 2010ഓടെയാണ് ലുലു ഗ്രൂപ്പ് IT മേഖലയിലേക്ക് കടന്നത്. ദുബായ് ടീകോം കമ്പനി സ്മാർട്ട് സിറ്റി എന്ന പദ്ധതിയുമായി കേരളത്തിലേക്ക് ചുവടുവെച്ചതിന് പിന്നിൽ MA യൂസഫ് അലിയുടെ പങ്ക് ചെറുതല്ല. ദാനവുമല്ല, തൊഴിലിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന ശ്രീനാരായണ ഗുരുവിന്റെയും പ്രവാചകന്റെയും ആപ്തവാക്യങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തതിന്റെ പ്രതിഫലനമാണ് ട്വിൻ ടവർ എന്ന് ഉദ്ഘാടന ചടങ്ങിൽ സദസ്സിനെയും വിശിഷ്ടാതിഥികളെയും സാക്ഷിയാക്കി MA യൂസഫ് അലി പറയുമ്പോൾ കേരളീയരായ IT അഭ്യസ്തവിദ്യരുടെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ കഴിയുന്നതിലെ ആത്മസംതൃപ്തിയും യൂസഫ് അലി പങ്കുവച്ചു. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ തൊഴിലുകൾ കൊടുക്കുന്നത് ഉത്തമമാണ്. ഭിക്ഷ വാങ്ങുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കും, ദാനം വാങ്ങുന്നത് അഭിമാനം നശിപ്പിക്കും. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ്. അപ്പോൾ അതിനുള്ള സൗകര്യമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞങ്ങളുടെ പ്രവാചകനും അത് തന്നെയാണ് പറഞ്ഞത്. ആളുകൾക്ക് ജോലി കൊടുക്കുക, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതിൽ എല്ലാവരെയും ഞാനും അതിനൊരു ഭാഗവാക്കാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ ഒരുപാട് അഭ്യസ്തവിദ്യരായ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇവിടെയുണ്ട്. അവരൊക്കെ പുറത്തു പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ബാംഗ്ലൂരിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലിയുണ്ട്, മലയാളികൾ. അവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യണം. അതിനുള്ള ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കൾ ഇവിടെയുണ്ട്. മലയാളികൾ ബുദ്ധിയും പ്രാപ്തിയും തൻ്റെയും കഴിവുമുള്ള യുവതി യുവാക്കളാണ്, ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് നല്ലൊരു പ്രതീക്ഷയോടുകൂടിയാണ് തുടങ്ങുന്നത്. നഗരങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തതയുള്ള വശ്യമനോഹരമായ കാഴ്ചകളുടെ നാടാണ് അറബിക്കടലിന്റെ റാണിയെന്നും കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമെന്നും പെരുമയുള്ള കൊച്ചിയുടെ നാഗരിക വികസനം ഏറെയും ഇപ്പോൾ കാക്കനാട്ടേക്കും ഇടച്ചിറക്കടുത്തുള്ള ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി മേഖലയിലേക്കും പടർന്നു വളർന്നത് കണ്ണു ചിമ്മുന്ന വേഗതയിലാണ്. കൊച്ചിയിലെ മഹാരാജാസ് കോളേജിന് സമീപമുള്ള ഇപ്പോഴത്തെ കോടതി വളപ്പിലായിരുന്നു അന്ന് കളക്ട്രേറ്റിന്റെ പ്രവർത്തനം. 1970കളുടെ അവസാനത്തോടെ കാക്കനാട്ടേക്ക് മാറിയതോടെയാണ് പകൽ നേരങ്ങളിൽ പോലും കുറുനരികൾ ഓരിയിട്ട് നടന്ന കാക്കനാടിനെ പുതിയ മുഖച്ഛായ കൈവന്നത്. ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ ദൂരെയുള്ള സ്മാർട്ട് സിറ്റിയിലാണ് ലുലു 35 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ രാജകീയ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന IT ട്വിൻ ടവർ കെട്ടി ഉയർത്തിയത്. IT ടവറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് ഇനി നമുക്ക് കാതോർക്കാം. ലോകത്തിൽ തന്നെ എല്ലാവർക്കും പരിചിതമായ ബ്രാൻഡ് നെയിമാണ് ലുലു എന്നത്. ആ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ യൂസഫ് അലി നമ്മുടെ നാടിനാകെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. ഒരു ഗ്രൂപ്പിൽ 1,50,000-ഓളം തൊഴിലാളികൾ ഈ സ്ഥാപനങ്ങളിലെല്ലാമായി ജോലി ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളീയരായ തൊഴിലന്വേഷകർക്ക് വലിയ തോതിലുള്ള സഹായമാണ് ലുലുവിൽ നിന്നും അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഇവിടെ നമ്മുടെ നാടിൻ്റെ വ്യവസായവൽക്കരണത്തിന് യൂസഫ് അലിയെ പോലുള്ളവരുടെ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനം നമ്മുടെ നാട് ആഗ്രഹിക്കുകയാണ്. അത് സമകാലിക കേരളത്തിൻ്റെ ആവശ്യകതയാണ്. കൂടുതൽ നിക്ഷേപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഇൻഫോ പാർക്ക് ഫേസ് 2 500 കോടി രൂപയുടെ
പുതിയ നിക്ഷേപം അദ്ദേഹം ഒരു IT ടവർ എന്ന നിലയിൽ നിക്ഷേപിക്കുന്നതിന് തയ്യാറാകുന്നുണ്ട്. അതിൽ 3.5 ഏക്കർ സ്ഥലത്ത് 9.5 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ളൊരു ക്യാമ്പസാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. 2 കൊല്ലത്തിലേറെയായി തനിക്ക് അടുത്ത് പരിചയമുള്ളയാളാണ് യൂസഫ് അലി. യൂസഫ് അലി നല്ല ഒരു കച്ചവടക്കാരൻ മാത്രമല്ല, കഴിവുറ്റ സംരംഭകനും സാമൂഹിക പ്രതിബദ്ധതയുള്ള ആൾരൂപം കൂടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യൂസഫ് അലി ബുദ്ധി കൊണ്ട് കണക്കുകൂട്ടി കരിക്കൽ നീക്കുന്ന വ്യക്തിത്വമാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് നാടിന്റെ വികസനത്തിനു വേണ്ടി സർക്കാരിന്റെ ഏതൊരു നല്ല പദ്ധതിക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും VD സതീശൻ പറഞ്ഞു. മന്ത്രിമാരായ P രാജീവ്, GR അനിൽ, മുൻ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖരൻ, മുൻ IT വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, എറണാകുളം MP ഹൈബി ഈഡൻ, തൃക്കാക്കര MLA ഉമാ തോമസ്, നഗരസഭാ അധ്യക്ഷ രാധാമണി പിള്ള, നഗരസഭ ഇടച്ചറ ഡിവിഷൻ കൗൺസിലർ അബ്ദുഷാന തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ചു. It's the iconic Lulu Twin Towers, the tallest IT twin towers in the state. A to Z ന്യൂസ് മലയാളം 24.